നിങ്ങളെന്താ ഈ ഫയലും പിടിച്ചോണ്ട് വരുന്നേ? നാളെ രാവിലെ വില്ലേജിൽ ഒന്ന് പോണേ. എന്തിന്? നമ്മുടെ കരമടച്ച രസീത് ഒന്ന് പുതുക്കണം. അയ്യോ, കരമടച്ച രസീതിന് വില്ലേജിൽ പോകണ്ട, അക്ഷയ പോയാൽ മതി, അവിടെ ചെയ്യും. അക്ഷയല്ലോ? എന്നാലും വില്ലേജിൽ നിന്ന് പോയാലേ ഒക്കെ ഒന്നുള്ളടി. പിന്നെ ഒരു വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളുണ്ട്. കരമടച്ച രസീതിനും വരുമാന സർട്ടിഫിക്കറ്റിനും അക്ഷയ പോയാൽ മതി. എല്ലാത്തിനും ഇപ്പൊ അക്ഷയ പോയാൽ മതിയോ? നാളെ എനിക്ക് എറണാകുളത്തിന് പോകണമല്ലോ. ബസ് ബുക്ക് ചെയ്തായിരുന്നു? ബുക്ക് ചെയ്തായിരുന്നു. പന്തളത്തുനിന്ന് രാവിലെ 5:45 ബസ്സുള്ള. ആ ടിക്കറ്റ് എന്റെ വാട്സാപ്പിൽ നിന്നിട്ട് ഇത് ഞാൻ അക്ഷയയിലെ വിനീഷിനോടാ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞേ. അതിപ്പോ എനിക്ക് വാട്സാപ്പ് ഇട്ടുതരും, ഞാൻ അന്നേരം ഇട്ട് തന്നേക്കാം. ഇവിടെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഇപ്പൊ അക്ഷയാന്നോ? ഇപ്പൊ അക്ഷയ പോയാൽ മതി, എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റും. അക്ഷയയിലെ വിനീഷിന്റെ നമ്പർ ഇങ്ങനെ തന്നെ. എന്തിനാ? എനിക്ക് ജംഗ്ഷൻ വരെ ഒന്ന് പോകണമായിരുന്നു. ഇനി അതും ഇനി അക്ഷയ പറഞ്ഞിട്ട് ഒക്കത്തോളം അറിയാൻ വേണ്ടിയാ. അമ്മ എന്തി? അമ്പലത്തിൽ പോയി. എപ്പോ? രാവിലെ പോയി. വന്നില്ലേ ഇതുവരെ? അതാണ്ട് വരുന്നല്ലോ. അമ്മേ, വെളുപ്പിനെ പോയതല്ലേ അമ്പലത്തിൽ? 12 മണിയായി, ഇത്ര നേരം എടുക്കുമായിരുന്നു. കൊട്ടാരക്കര അമ്പലത്തിൽ വരെ പോയിട്ട് വരണ്ടായോ? കൊട്ടാരക്കര അമ്പലത്തിലാണ് പോയെ? ആരൊക്കെ? ഞാനാ, രാജി, ജയതമ്മ, സുഹാസിനി, പിന്നെ എൻ്റെ മിനി, സൗദ, എല്ലാരും ഉണ്ടായിരുന്നു. ആണോ? ഗീത. ഇത് കൊട്ടാരക്കരയൊക്കെ പോയിട്ട് ഉണ്ണിയപ്പം എന്ത് ചെയ്യും? അത് ഞങ്ങളെല്ലാരും കൂടെ അങ്ങ് തിന്നു. മാമനിപ്പോ എവിടാ? അതില്ലേ, അവിടെ ഇപ്പോൾ മഴ ഇച്ചിരി കുറവുണ്ട്. എനിക്ക് ഞാൻ വീട്ടിൽ വന്ന് ഇപ്പം അമ്മയുടെ കൊടുക്കാം. ഡേ, അമ്മ എന്ത് വിളിച്ചേ? അമ്മ എവിടെ ഇല്ല. എവിടെ പോയി? നിങ്ങൾ പോയ പുറകെ അങ്ങോട്ട് ഒരുങ്ങി പോയതാ. എവിടെ? ചെങ്ങന്നൂർ സോമല്യമ്മ കാണാൻ പോവാന്ന്. സോമല്യമ്മയ്ക്ക് എന്താ പറ്റി? അമ്മക്ക് എന്താ പറ്റാൻ, നമ്മുടെ ഏട്ടത്തില്ല, അങ്ങനെ കാണാൻ പോയതായിരിക്കും. ആരൊക്കെ? ഒറ്റയ്ക്ക് പോയോ? ഒറ്റയ്ക്കല്ല, രാജി ഉണ്ടായിരുന്നു, മിനി ചേച്ചിയും കെ ചേച്ചി, സവ ചേച്ചി, സുഭാഷിനും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എനിക്കങ്ങനെ അറിയാനാ. ഓണ്ട് വരുന്ന എല്ലാം എന്നോട് ഓണ്ട് വരും. അമ്മ എവിടെ പോയായിരുന്നു? ഞാൻ കേൾക്കാനാൻ പോയി ചെങ്ങന്നൂര്. രാവിലെ തൊട്ട് യാത്രയില്ലയോ? ക്ഷീണമില്ലയോ? പിന്നെ വേണ്ടേ, ഈ പെണ്ണുങ്ങളെ എല്ലാവരും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയെന്നാ? വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലേ, അതുകൊണ്ട് വിളിച്ചോണ്ട് പോയ. സർക്കാരിന്റെ വണ്ടിയല്ലയോ, നിങ്ങൾക്ക് വണ്ടിക്കൂലി ഒന്നും കൊടുക്കണ്ടല്ലോ. അത് ശരി. അതുകൊണ്ട് രാവിലെ എല്ലാരെയും പിറക്കിക്കൊണ്ടാ പോയതാ. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഉള്ള ഒരു വീടുകളിലും ഒരു പെണ്ണുങ്ങളും പകൽ സമയങ്ങളില്ല അല്ലേ? വേണ്ടേ, മാമൻ വിളിച്ചായിരുന്നു ഇപ്പം. മാമൻ്റെ ഇളയ മോൻ ഗൾഫിൽ പോവാ. അപ്പോൾ യാത്ര അയക്കാൻ അമ്മയോട് ചെല്ലണം എന്ന് പറഞ്ഞു. അയ്യോ, എനിക്ക് പോകാനൊക്കത്തില്ല. നാളെ രാവിലെ അമ്മയോട് പോവാ? അമ്പലത്തിൽ പോവാ. ഏത് അമ്പലത്തിൽ? ചക്കുളത്ത്. എൻ്റെ അമ്മ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ, വെട്ടിക്കോട്ട് അമ്പലത്തിൽ കാണാൻ പോയാൽ പോരായോ? അയ്യോ, അവിടെ പ്രൈവറ്റ് വെച്ചാ കാശ് കൊടുക്കണം. നീ തരുവോ? ഇത് പ്രിയദർശിനിയാ. പ്രിയ ഇങ്ങോട്ട് വന്നേ. എന്തോ പറഞ്ഞു? നാളെ സോമാലിയമ്മ കൂട്ടുകാരികളോട് അമ്മയെ കാണാൻ ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ട് വരുന്നു. ചോറും കറിയൊക്കെ ഉച്ചയൊക്കെ ഉണ്ടാക്കി വെക്കണേന്ന്. എന്തോ ഇടപാടാ ഈ പ്രിയദർശിനി കാരണം എന്തൊരു നാശമായത്. ഇത് പ്രിയദർശിനിയാ.